കഴിഞ്ഞ ദിവസം മിക്കാൻ്റെ ഉമ്മക്ക് പൊയ്ക്കെന്നാൻ ഭയങ്കര പുതിട്ടോ. പൊയ്ക്കെന്ന് പറയുന്നത് കപ്പ ബിരിയാണി കേട്ടോ. അപ്പോൾ ആളിതാ വേഗം തന്നെ കപ്പയൊക്കെ പറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെരുമഴ പെയ്തു കേട്ടോ. ഇവിടെ നല്ല മഴയുന്നു. ഇപ്പോൾ അധിക ദിവസം ഉച്ച കഴിഞ്ഞാൽ മഴയായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി പൊയ്ക്കാനുള്ള സാധനങ്ങൾക്ക് തലേ ദിവസം തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് തന്നെ ഉണ്ടാക്കാൻ വരുന്നിട്ട് വൈകുന്നേരം തന്നെ വേഗം കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ അതിനുള്ള എല്ലും ഇറച്ചിയൊക്കെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുത്തതിന് ഇപ്പം കുക്കറും കൂടി എടുക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് വലിയ രീതിയിൽ തന്നെ ഇറച്ചി പോയിങ്ങാൽ പിന്നെ നമുക്ക് കപ്പയൊക്കെ ഉടച്ചിട്ട് അതിലേക്ക് തന്നെ ഇടാലോ വിചാരിച്ചിട്ട് വലിയ കുക്കർ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ പരിപാടിയൊക്കെ എടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇച്ചുവിനെ അജനെ ഉറക്കിയിട്ട് എന്നിട്ട് കൊണ്ടുവരുന്നത്. അവർ ഉറങ്ങിക്കിടത്തുന്ന സമയത്താണ് ഞാൻ വേഗം ഇറച്ചിയും എല്ലൊക്കെ വേഗം അടുപ്പത്തേക്ക് വെച്ചിട്ടോ. പിന്നെ അവർ എണീറ്റ് കേട്ടോ. അപ്പോൾ പിന്നെ എന്താക്കി അവർ അവിടെ വെച്ചിട്ട് ഒരു കഷ്ണം പൂളിയൊക്കെ നൈസിൽ കൊടുത്തിട്ട് പിന്നെ ഇതാ കപ്പ അരിയാൻ നിൽക്കാൻ കേട്ടോ. ഇപ്പോൾ ഇതും കൂടി വെച്ചാൽ മതി. അപ്പം നമുക്ക് പൂതി ഉണ്ടെങ്കിൽ ആ സാധനം എത്ര ഉണ്ടാക്കി നമുക്ക് മതിയാവില്ലല്ലോ. അതുപോലെയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയിരുന്നത്. എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ കപ്പയും പുഴുങ്ങി വെച്ചു. പിന്നെ അതാ നമ്മൾ ഇറച്ചിയും വന്നിട്ടുണ്ടോ. ഇത് രണ്ടും കൂടി ഒരു മിക്സ് ആക്കലാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വറവിടലും കൂടി കഴിഞ്ഞപ്പോൾ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. കഴിച്ചിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കിത് ഡിന്നറിനേക്ക് വേണ്ടിയിട്ട് എന്നിട്ട് ഉണ്ടാക്കിയത്. പക്ഷേ ഞാൻ വൈകുന്നേരം ഒരു 5:30 ആയപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് പെട്ടെന്ന് തന്നെ ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഉണ്ടാക്കിയത് ചിന്തിച്ചു കേട്ടോ. ഫസ്റ്റത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.